തെന്മലയോരം ബാബു തളത്തിൽ. കല്ലടയാറും കഴുതുരുട്ടിപ്പുഴയും ചെന്തുരുണിയാറും പരസ്പരം പുണരുന്ന പരപ്പാറിലെ ത്രിവേണി സംഗമം. ഒറ്റക്കലിലെ വാടക വീടിൻ്റെ അടുക്കളയിൽ നിന്നാൽ ജ്യോതിലക്ഷ്മിക്ക് കാറ്റിൽ വകഞ്ഞു മാറുന്ന മലനിരകൾക്കിടയിലൂടെ തെന്മല അണക്കെട്ട് കാണാം. നദീ സംഗമത്തിന് മുകളിലെ സായം സന്ധ്യയുടെ ചെഞ്ചായം പുരണ്ട ആകാശം കാണാം. എപ്പോഴും കാണുന്ന കാഴ്ചകളാണെങ്കിലും ജ്യോതിലക്ഷ്മിക്ക് വിരസത തോന്നാറില്ല. ഹൃദയം ഏറ്റുവാങ്ങിയ തെന്മലയുടെ പ്രകൃതി സൗന്ദര്യം എപ്പോഴും കാണാൻ വേണ്ടിയാണ് ചെന്നൈയിലെ ജീവിതം മതിയാക്കി ഒറ്റക്കലിൽ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ തന്നെ സ്ഥിരതാമസം ആരംഭിച്ചത്. അത്താഴം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ജ്യോതിലക്ഷ്മി. ഷിക്കമോൾ സ്റ്റഡി റൂമിൽ പഠിത്തത്തിൽ മുഴുകിയിരിക്കുകയാണ്. ചെങ്കോട്ടയിലെ വിമൻസ് കോളേജിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഷിക്ക. പ്രിയരഞ്ജനാണ് മൂത്ത മകൻ. കഴിഞ്ഞ വർഷം മാർ ഇവാനിയോസ് കോളേജിൽ നിന്നും ഫിസിക്സിൽ BSc പാസ്സായ ശിവരഞ്ജൻ റോയപ്പേട്ടയിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. സ്റ്റോർ ഇൻചാർജായി. അടുക്കളയിലെ തിരക്കിനിടയിൽ ജനാലയിലൂടെ ജ്യോതിലക്ഷ്മി കണ്ടു. ഗേറ്റിന് വെളിയിൽ വന്നു നിന്ന കാറിൽ നിന്നും ഒരാളിറങ്ങി വരുന്നു. അവൾ വേഗം വന്ന് കതക് തുറന്നു. അപരിചിതനാണ്. പക്ഷേ ആ ചിരി മനസ്സിലായില്ല. അവളുടെ മുഖം ചുളിഞ്ഞു. ഫാത്തിമമാത കോളേജിൽ വിമൽ നാരായണൻ്റെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന സുഹൃത്തിനെ അവൻ്റെ ഗേൾഫ്രണ്ടായിരുന്ന ജ്യോതി മറന്നിട്ടുണ്ടാവില്ല. അയാൾ പൊട്ടിച്ചിരിച്ചു. ഓ, സോജൻ റോയ്, നിലവിളിക്കുന്ന പോലെ അവൾ പറഞ്ഞു. അവൾ തലയാട്ടി. 26 വർഷങ്ങൾ. മറന്നിട്ടില്ലല്ലോ. സന്തോഷം. വാട്ട് എ സർപ്രൈസ്. അകത്തേക്ക് വരൂ. അവൾ വേഗം ഡ്രോയിങ് റൂമിലെ ഫാനും ലൈറ്റും എല്ലാം തെളിച്ചു. അതിഥി ആരാണെന്നറിയാനുള്ള കൗതുകത്തോടെ ശിഖ ഇറങ്ങി വന്നു. ഇത് പരിചയപ്പെടുത്തലിനൊരുങ്ങിയ ജ്യോതിലക്ഷ്മിയെ സോജൻ റോയി വിലക്കി. അറിയാം, മകളല്ലേ? ഫാത്തിമ മാതയിലെ ജ്യോതിലക്ഷ്മിയുടെ ഒരു കൊച്ചു പതിപ്പ്. പിന്നെ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമെന്താണ്? എൻ്റെ മനസ്സിലുള്ളത് ജ്യോതിയുടെ മകളുടെ ഈ മുഖമാണ്. ഇപ്പോൾ ഞാൻ അത്രയ്ക്ക് കോലം കേട്ടോ? സോജൻ റോയി ചിരിച്ചു. 26 വർഷങ്ങൾ അതത്ര ചെറുതല്ല. ചുളിവും വരയും വണ്ണവും നരയും ഒക്കെയായി രൂപമാറ്റം വരുത്തുന്ന കലാകാരനാണ് കാലം. സോജൻ റോയിക്ക് മാറ്റം ഒരുപാടുണ്ട്. എനിക്ക് മനസ്സിലായേ ഇല്ല. സോജൻ റോയ് പുഞ്ചിരിച്ചു. ജ്യോതിലക്ഷ്മിക്ക് ഓർമ്മ വന്നു. കോളേജിലെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു സോജൻ. വിമലേട്ടൻ്റെ അടുത്ത സുഹൃത്തും. ഞാൻ ജ്യോതിയെ തേടി പിടിച്ചു വരികയാണ്. അല്പം സസ്പെൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടുത്തെ ASP-യാണ്. തൊഴുകയോടെ ജ്യോതിലക്ഷ്മി പറഞ്ഞു. സോറി, ഞാനപ്പോൾ സോജൻ സാറെന്നല്ലേ വിളിക്കണ്ടേ? ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച സഹപാഠി സാറെന്നൊക്കെ വിളിക്കുന്നത് കേൾക്കുന്ന അരോചകമാണോ? നമ്മൾക്ക് ഫോർമാലിറ്റി ഒന്നും വേണ്ടടോ. ഒരു നിമിഷം ആലോചിച്ചിരുന്ന ശേഷം സോജൻ റോയി അവളുടെ മുഖത്തേക്ക് നോക്കി. വിമൽ നാരായണൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നു. അന്ന് ഞാൻ IPS കിട്ടി ട്രെയിനിങ്ങിനായി ഹൈദരാബാദിലായിരുന്നു. അതുകൊണ്ട് കൂടുതൽ അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെ ഒരു പരാതി എൻ്റെ കയ്യിലെത്തി. ഇവിടുന്ന് ആരൊക്കെയോ ചേർന്ന് ഒരു ആക്ഷൻ കൗൺസിലുണ്ടാക്കി DGPക്ക് കൊടുത്ത പരാതിയാണ്. അത് ഇവിടുത്തെ SHO ഫിറോസ് ഹുസൈന് കൈമാറി. അന്വേഷിക്കാൻ SP വഴിയാണ് എനിക്ക് കിട്ടുന്നത്. പരാതിയിൽ പറയുന്ന കാര്യങ്ങളും സ്ഥലവും വിലാസവും ഒക്കെ വച്ച് നോക്കിയപ്പോൾ എനിക്കൊരു സംശയം. അതുകൊണ്ട് തെന്മല സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഡീറ്റെയിൽസൊക്കെ എടുപ്പിച്ചു. അതോടെ എനിക്കുറപ്പായി പരാതിയിൽ പറയുന്ന വിമൽ നാരായണനും ജ്യോതിലക്ഷ്മിയും ഫാത്തിമ കോളേജിലെ എൻ്റെ സഹപാഠികളായിരുന്നെന്ന്. ഞാനാകെ ത്രില്ലടിച്ചു. അങ്ങനെയെങ്കിൽ പരാതി ഇൻസ്പെക്ടർ ഫിറോസ് ഹുസൈന് കൊടുക്കുന്നതിന് മുമ്പ് ജ്യോതിലക്ഷ്മിയെ നേരിട്ട് കാണാമെന്ന് കരുതി. ഭയവും ഉത്കണ്ഠയും കൊണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി. അവൾ നന്നേ വിയർക്കാൻ തുടങ്ങി. ഒന്നും മനസ്സിലായില്ല. എന്തു പരാതിയാ? വിമൽ നാരായണൻ്റെ മരണകാരണം ആക്സിഡൻ്റ് അല്ല, അതൊരു കൊലപാതകമാണെന്ന് നാട്ടുകാർ സംശയിക്കുന്നു. അതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന ആരോപിച്ചിരിക്കുന്നത് വിമൽ നാരായണൻ്റെ ഭാര്യ ജ്യോതിലക്ഷ്മിയുടെയും ചെന്നൈയിലെ വിമലിൻ്റെ ബിസിനസ് പാർട്ണറായിരുന്ന തേനി കതിരേഷിൻ്റെയും നേർക്കാണ്. അതുകൊണ്ട് ആ കേസിൽ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ശരീരം തളരുന്നതുപോലെ ജ്യോതിലക്ഷ്മി അവശയായി സോഫയിലേക്കിരുന്നു. അവശേഷിച്ച ശക്തി മുഴുവൻ സംഭരിച്ച് അവൾ പുലമ്പി. അതുവരെ എത്തിയോ? സ്വസ്ഥമായി കഴിയാൻ ഒരുവിധത്തിലും സമ്മതിക്കില്ല എൻ്റെ ചാവർക്കുന്ന് ഭഗവതി. ഞാൻ അന്വേഷിച്ചു. ആക്സിഡൻ്റ് ആണെന്ന് ഉറപ്പിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് ക്ലോസ് ചെയ്ത സംഭവമാണിത്. ദുർഗന്ധം മണത്ത് നടക്കുന്ന ചില നായ്ക്കളുണ്ട്. മണ്ണിളക്കി കിടക്കുന്നിടത്തെല്ലാം മാലിന്യമുണ്ടോയെന്ന് അവ മാന്തി നോക്കും. എൻ്റെയും മക്കളുടെയും ജീവിതം മാന്തി പൊളിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു കൂട്ടം നേട്ടനായ്ക്കളുടെ നടുവിലാണ് എൻ്റെ ജീവിതം. വിസ്മയത്തോടെ സോജൻ റോയ് അവളെ നോക്കി. ആർജവവും ധൈര്യവും ആ മുഖത്ത് കണ്ടു. ജ്യോതി കുറ്റാരോപിതയാണ്. അതും ദുസ്സൂചനയുള്ള കുറ്റാരോപണം. പരാതി വരുമ്പോൾ അന്വേഷിച്ചേ മതിയാവൂ. പക്ഷേ ഒരിക്കലും അന്വേഷിച്ച് അവസാനിപ്പിച്ചൊരു കേസ്. കോർട്ട് ഓർഡർ ഇല്ലാതെ പുനരന്വേഷിക്കാൻ കഴിയില്ല. പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കുക. അത് ജ്യോതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാം അറിഞ്ഞാൽ മതിയാവൂ. അതിന് തെന്മല അണക്കെട്ട് പണിയാൻ വന്ന നാരായണൻ കോൺട്രാക്ടറുടെ അസ്ഥിത്തറ തുരന്നിറങ്ങേണ്ടി വരും. ആവാം. എത്രയോ അസ്ഥിത്തറകൾ തുറക്കേണ്ടി വന്നിട്ടുള്ളവരാ ഞങ്ങൾ. എനിക്ക് ഓർമ്മയുണ്ട്.
ഫാത്തിമ മാതയിലെ അവസാന വർഷ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞു പിരിയാൻ നേരം വിമൽ നാരായണൻ പറഞ്ഞിരുന്നു. അച്ഛന് നിങ്ങളുടെ ബന്ധത്തോട് എതിർപ്പാണ്, വെറുപ്പാണ്. സ്വന്തം കാലിൽ നിന്നെങ്കിലേ ജ്യോതിയെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ചെന്നൈക്ക് പോയി വല്ല ജോലിയോ ചെറിയ ബിസിനസ്സോ നോക്കാനാണ് പ്ലാനെന്നും സൂചിപ്പിച്ചിരുന്നു. കാട്ടുതീ പോലെ കത്തിപ്പടർന്നതായിരുന്നു വിമലേട്ടൻ്റെ അച്ഛൻ്റെ ദുരഭിമാനം. അതണക്കാൻ പറ്റുമായിരുന്നില്ല. വിയർപ്പ് തുടച്ചോട്ട് ജ്യോതിലക്ഷ്മി എണീറ്റു. ഞാൻ പറയാം എല്ലാം. കുറച്ചേറെ സമയം വേണ്ടിവരും. അതിനു മുമ്പ് സോജന് ഒരു കപ്പ് ചായ തരേണ്ട മര്യാദ എനിക്കുണ്ട്. സോജൻ റോയ്ക്ക് തടയാൻ കഴിയുന്നതിന് മുമ്പ് അവൾ അടുക്കളയിലേക്ക് പോയി. ഇഞ്ചക്ഷൻ കുക്ക് ടോപ്പിൽ ചായ തിളയ്ക്കുന്ന അരപ്പ് കേട്ടു. വൈകാതെ ജ്യോതിലക്ഷ്മി ചായയും പ്ലേറ്റിൽ കായ വറുത്തതുമായി വന്നു. സോജൻ റോയ് ധൃതി വച്ചില്ല. മെല്ലെ ചായ കുടിച്ചു. ജ്യോതിലക്ഷ്മിക്ക് ആവോളം സമയം കൊടുത്തു. അവളുടെ മനസ്സ് ശാന്തമായി സംസാരിക്കാൻ പാകപ്പെടുന്നതുവരെ ക്ഷമയോടെ അയാൾ കാത്തിരുന്നു. നാലുദിക്കും കോട്ടകൾ പോലെ പരന്നു കിടക്കുന്ന മലയടിവാരങ്ങളിൽ പുഴയോരങ്ങൾ ചുരമാന്തി. തെന്മലയുടെ ആകാശം ഇരുണ്ടുവന്നു. സഞ്ചാരികൾ കൂട്ടത്തോടെ മടങ്ങുകയാണ്. പരപ്പാറിലെ ചെക്ക് ഡാമിലും ബോട്ടിംഗ് പോയിന്റിലുമെല്ലാം ആൾ സഞ്ചാരം കുറഞ്ഞു തുടങ്ങി. ജ്യോതിലക്ഷ്മിയുടെ മനസ്സിൽ ഇടിച്ചു നിർത്തുന്ന സംഘർഷത്തിൻ്റെ കാഠിന്യം മുഖത്തുനിന്ന് സോജൻ റോയ് വായിച്ചെടുത്തു. അതുകൊണ്ട് പറഞ്ഞു, ഒരു പോലീസ് ഓഫീസറോടല്ല ജ്യോതി ഇപ്പോൾ സംസാരിക്കുന്നത്, ഒരു സഹപാഠിയോടാ. വിമൽ നാരായണൻ്റെ ഒരടുത്ത സുഹൃത്തിനോട്. അനാവശ്യമായ ആദി വേണ്ട. അവളൊന്ന് മന്ദഹസിക്കാൻ ശ്രമിച്ചു. സംഘർഷം മറയ്ക്കാനുള്ള ഒരു ചെപ്പടി വിദ്യ. പലതും എനിക്ക് നേരിട്ട് അറിവുള്ളതല്ല. പലപ്പോഴായി വിമലേട്ടൻ പറഞ്ഞിട്ടുള്ള കേട്ടറിവാ. സോജൻ റോയ് തലയാട്ടി. ജ്യോതിലക്ഷ്മി ഒന്നുകൂടി മുഖം അമർത്തി തുളച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. 1960കളിൽ തെന്മല അണക്കെട്ടിൻ്റെ പണി തുടങ്ങിയ കാലം. തമിഴ്നാട്ടുകാരനായ ചീഫ് എഞ്ചിനീയർ ദുരൈസ്വാമിയുടെ കയ്യാളിയായി ഒരു പയ്യനെത്തി. വർക്കലക്കാരനായ നാരായണൻ. മൈക്കാട്ടുപണികൾക്കായി ഒരു കോൺട്രാക്ടറോടൊപ്പം വന്നതായിരുന്നു കൊച്ചു നാരായണൻ. 20 വയസ്സ് മാത്രം പ്രായം. അവൻ്റെ ചുറുചുറുക്കും സംസാര രീതിയുമൊക്കെ കണ്ട ദുരൈസ്വാമിക്ക് അവനെ ഇഷ്ടമായി. സൈറ്റ് ഓഫീസിൽ വല്ലപ്പോഴുമൊക്കെ ദുരൈസ്വാമി വന്ന് താമസിക്കും. അപ്പോഴൊക്കെ അവനെ ശിങ്കിടിയായി കൂട്ടും. ദുരൈസ്വാമിയുടെ രീതികൾ അവൻ പെട്ടെന്ന് പഠിച്ചു. അതിനൊത്തു നിന്നു. അതോടെ നാരായണൻ്റെ ഭാഗ്യരേഖ തെളിഞ്ഞു. ദുരൈസ്വാമി വരുന്നുണ്ടെന്ന് കേട്ടാലുടൻ നാരായണൻ വെടിക്കാരെയും കൂട്ടി രാത്രി മല കയറും. തെന്മലയുടെ ഉൾവനങ്ങളിൽ കയറി വേട്ടമൃഗങ്ങളെ നായാടി കാട്ടിറച്ചി കരുതി വയ്ക്കും. കാട്ടുപന്നിയുടെയും മ്ലാവിൻ്റെയും ചെവിയൻ്റെയും കാട്ടിറച്ചി ദുരൈസ്വാമിക്ക് ഹരമായിരുന്നു. ഉൾവനങ്ങളിൽ ജീവിക്കുന്ന കാട്ടുവാസികൾ ഔഷധച്ചെടികളും മരത്തൊലിയും മറ്റും ചേർത്തുവാറ്റി മണ്ണിൽ കുഴിച്ചിട്ട് വീര്യം കൂട്ടുന്ന വാറ്റുചാരായവും കരുതി വയ്ക്കും. പ്രത്യേകതരം മസാലക്കൂട്ടുകളും കാട്ടൌഷധങ്ങളും ചേർത്ത് കാട്ടിലെ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ കാട്ടിറച്ചി കറി വയ്ക്കുവാൻ അവൻ പഠിച്ചെടുത്തു. അതിൻ്റെ രുചിയൊന്ന് വേറെയാണ്. എത്ര തിന്നാലും മതി വരില്ല. ചീഫ് എഞ്ചിനീയർ ദുരൈസ്വാമി എത്തുമ്പോൾ എല്ലാം തയ്യാർ. പണിക്ക് വരുന്ന കാശിനാർത്തിമൂത്ത ചില പെണ്ണുങ്ങളെ പറഞ്ഞു മയക്കി ദുരൈസ്വാമിക്ക് രാത്രി കൂട്ടുകിടക്കാൻ ടെൻറ്റിൽ എത്തിച്ചു കൊടുത്തു. താഴെയുള്ള എഞ്ചിനീയർമാരിൽ ചിലരും ഇതിൻ്റെയൊക്കെ പങ്കുപറ്റി. എല്ലാവരും നാരായണനിൽ പ്രസാദിച്ചു. പിറ്റേ വർഷമായപ്പോഴേക്കും അവൻ എല്ലാവരെയും സേവ പിടിച്ച് കൊച്ചു കൊച്ചു പണികൾക്കുള്ള കരാർ ഒപ്പിച്ചെടുത്തു. വർക്കലയിലും പരവൂരിലും ചെന്ന് 2-3 മേസ്ത്രിമാരെയും 5-6 കൂലിപ്പണിക്കാരെയും സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. ഏൽപ്പിച്ച പണികളെല്ലാം അവൻ ഭംഗിയായി ചെയ്തു. കിട്ടിയ ലാഭത്തിൻ്റെ ഒരു പങ്ക് എഞ്ചിനീയർമാർക്കും കൊടുത്തു. കരാർ ജോലികളോടൊപ്പം ദുരൈസ്വാമിയുടെ കയ്യാളായും തുടർന്നു. എല്ലാ കാര്യങ്ങളിലും അയാളെ പ്രസാദിപ്പിച്ചു നിർത്തി. വർഷങ്ങൾ പോകുന്തോറും കോൺട്രാക്ടറുകളുടെ എണ്ണവും വലിപ്പവും കൂടി വന്നു. 7-8 വർഷം കൊണ്ട് തെന്മല അണക്കെട്ട് പണികളുടെ ഒരു പ്രധാന കോൺട്രാക്ടറായി നാരായണൻ മാറി. പണികൾക്ക് ആവശ്യമായ കുറേ ഉപകരണങ്ങളും കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രങ്ങളും 1-2 ലോറികളുമൊക്കെ സ്വന്തമായി വാങ്ങി. അടുത്ത വർഷം ടൗണിൽ നിന്നും ഏറെ ദൂരത്തിലല്ലാതെ 10 ഏക്കർ പുരയിടം വാങ്ങി ഒരു കൊച്ചു ബംഗ്ലാവും പണിതു. കൊള്ളാവുന്ന ഒരിടത്തരം കോൺട്രാക്ടറായി നാരായണൻ നാട്ടിൽ അംഗീകരിക്കപ്പെട്ടു. നാരായണന് 30 വയസ്സായപ്പോൾ റോസ്മലയിലെ ഒരു വലിയ പണക്കാരൻ്റെ ഒരേ ഒരു മകളായ ഭുവനേശ്വരിയെ വിവാഹം കഴിച്ചു. പിന്നീട് വെച്ചടി കയറ്റമായിരുന്നു. കഥ തുടരും.